all, welcome back. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കാരണം എന്നെ പേഴ്സണലി അറിയുന്ന ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഈ പഴയ പോലെ നല്ലല്ലോ, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എന്താണ് ചെയ്യാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആ ഒരു പഴയ സ്കിൻ ടോണിന്ന് ഈ ഒരു രീതിയിലേക്ക് എൻ്റെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇംപ്രൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും കാണപ്പെടുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു പോയിരുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ കിഡിലും റിസൾട്ട് ഇല്ല എന്ന് ആരും പറയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, നിങ്ങളുടെ എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. ഈ ഒരു മുട്ടൻ്റെ വൈറ്റ് പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെറുപയർ പൊടിയാണ്. അപ്പോൾ ഞാനിത് ചെറുപയർ നമ്മൾ വാങ്ങിച്ചിട്ട് അത് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കിയിട്ട് പിന്നെ പൊടിച്ച് വെച്ചതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കാറാണുള്ളത്. കാരണം ഞാൻ നമ്മുടെ ഹെയറിനും അതുപോലെ ഫേസ് പാക്ക് പലതും ട്രൈ ചെയ്യാനൊക്കെ ഞാനിത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബ്ബയിലിട്ടിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാറാണുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ചെറുപയർ പൊടിയാണിത്. നന്നായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല, കാരണം ഞാൻ ഹെയറിലൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ എന്താണ്, നന്നായിട്ട് ഫൈൻ പൗഡറായി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിന് അത്ര എന്താ പറയുക, എനിക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഞാൻ അത്രയും നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, എങ്കിലും ഈ ഒരു പരുവാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടും എങ്ങനെയാണ് നമ്മുടെ ഫേസിന് എന്താ പറയുക പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് നമുക്കിത് തരാം കേട്ടോ. ഇത് വീക്കിൽ ഒരു 3 times ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു മുട്ടേൻ്റെ ഫുൾ എഗ് വൈറ്റ് എടുക്കണം കേട്ടോ. ഒരു മുട്ടയിൽ എത്ര എഗ് വൈറ്റ് ഉണ്ട്, ആ ഒരു യെല്ലോ പോർഷൻ പെടാതെ എഗ് വൈറ്റ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂണോളം ആ ഒരു പിന്നെ അതൊരു പേസ്റ്റ് ആകുന്ന രീതിയിൽ 2 ടീസ്പൂണോളം നമ്മുടെ ചെറുപയർ പൊടി എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്കിന്, വേറെ ഒന്നും വേണ്ട. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ പോകില്ല. അപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടക്കുക. എന്നിട്ട് തുടച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ബാക്കിയാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, കേടൊന്നും വരില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ യൂസ് ചെയ്യാം. ഒന്നിടവിട്ട് യൂസ് ചെയ്യുന്നതാവും നല്ലത്. പക്ഷെ നല്ലൊരു നമ്മുടെ സ്കിന്നിന് നല്ല ഈ ഒരു ചൂടത്ത് നല്ലൊരു പിന്നെ എന്താ പറയുക, ഒരു തണുത്ത ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. ഒരു സൂത്തിങ് ഫീല് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊരു എപ്പോഴാണ് ഡ്രൈ ആവുന്നതെന്ന് നോക്കുക. കാരണം വെറും ചെറുപയർ പൊടി മാത്രം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഡ്രൈ ആവും വെള്ളത്തിലാവുമ്പോൾ. അപ്പോൾ അതിനേക്കാൾ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു എഗ് വൈറ്റിൻ്റെ കൂടെ ആവുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറൊക്കെയാണ് ഈ ഒരു എഗ് വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നിങ്ങൾക്കിത് ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ ഒരു കളർ ഇമ്പ്രൂവ്മെൻറ്റിന് ആഗ്രഹിക്കുന്നുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് എന്തായാലും ഒരു 10-15 മിനിറ്റ് എടുക്കും ഒന്ന് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യരുത്, കാരണം നമ്മുടെ സ്കിന്നിന് ദോഷമാണ്. വലിയ ചുളിവുകളും കാര്യങ്ങളും പെട്ടെന്ന് വരും. അപ്പോൾ എന്താണ്, ഏകദേശം ഒന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ നമുക്ക് കഴുകിക്കളയാം. ജസ്റ്റ് നോർമൽ വാട്ടറിൽ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാക്ക് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആകെ സ്കിന്നിൽ ഒരു വലിവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാഷ് ചെയ്തിട്ട് കളയാം. നോർമൽ വാട്ടറിലാണ് കേട്ടോ കഴുകി കളയേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു, നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. എന്താ പറയുക, ഒരു പിന്നെ
ഗ്ലോയിങ് വന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നമ്മളിത് ഒരു ഫസ്റ്റ് ടൈം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത്രത്തോളം റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ ചെയ്ത് നോക്കുക. 2-3 ദിവസമൊക്കെ ഇടവിട്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും, 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടുതൽ റിസ്ക് ഉള്ള കാര്യമൊന്നുമല്ല. ഇൻഗ്രീഡിയൻസ് നമ്മളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.